ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവാങ്സ് വ്ലോഗിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പാറയിലേക്ക് പോവാണ്. ഒരു നല്ല പാറയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ ആ പാറേൻ്റെ പേര് മോളൂർ പാറയാണ്. മോളൂർ ഭഗവതി ക്ഷേത്രം എന്നാണ് പറയുക. ഒരു അമ്പലം കൂടി ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതെൻ്റെ ചേച്ചിയാണ്, ഇഷിക എന്നാണ് പേര്. പിന്നെ വീട്ടിൽ പാറു എന്ന് വിളിക്കും. ഇന്ന് എൻ്റെ രാത്രിയിലുള്ളത് എൻ്റെ ചേച്ചിയാണ്. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിലൊന്നായി വീണു വലയും. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന ക്ഷേത്രത്തിന് വർഷങ്ങൾ പഴക്കമുണ്ട് എന്നാണ് പറയുന്നത്. എന്നാശയം ഗതി പെറും നാദഭൂമിയിലമർന്നാവിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറും പടി കലർന്നാറിടുന്നു ജനനീ. ഇല്ലാതെ മായയിടുമുല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ല നിലനും കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമതുമെല്ലാം ഒരാതി അറിവാ. അപ്പോൾ നമ്മൾ മലയുടെ മോളെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ളത് ഗംഭീര കാഴ്ചകളാണ്, അത് നിങ്ങൾ തന്നെ കണ്ടോളൂ. ഒരു പോവാം. തല്ലാഘവം പറകിലില്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി സല്ലാഭമൊന്നു മതി എല്ലാവരും തിരയുമുല്ലാഘബോധ ജനനീ. ഉണ്ടായി മാറുമറിവുണ്ടായി മുന്നമിതു കണ്ടാടുമംഗമകവും കൊണ്ടായിരം തരമിരുണ്ടാശയം പ്രതി ചുരുണ്ടാമഹസ്സിൽ മറയും. കണ്ടാലും ഈ നിലയിലുണ്ടാകയില്ലറിവ ഖണ്ഡാനുഭൂതിയിലെഴും തണ്ടാരിൽ വീണു മധുവുണ്ടാരമിക്കുമൊരു വണ്ടാണു സൂരി സുകൃതി. ആരായുകിൽ തിരകൾ നീരായിടുന്നു ഭണിനാരായിടുന്നു കുടവും പാരായിടുന്നതിനു നേരായിടുന്നുലകമോരായിലുണ്ടഖിലവും. ഇത് മലേന്റെ മുകളിലൊരു കുളമാണ്. ഇത്രയും വെള്ളം കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. വേരായനിൻ കഴലിലാരാധനം തരണമാരാലിതിന്നൊരു വരം നേരായി വന്നിടുക വേറാരുമില്ല ഗതി ഹേ രാജയോഗ ജനനീ. മേലായ മൂലമതിയാലാവൃതം ജനനി നീലാസ്യമാടി വിടുമീ കീലാലവായി വനല കോലാഹലം ഭുവനമാലാപമാത്രമഖിലം. കാലാദിയായ മൃദുനൂലാലെ നെയ്യുമൊരു ലീലാപടം ഭവതി മേലാകെ മൂടും അതിനാലാരുമുള്ളതറിവീലാകമാന്ത നിലയേ. മീനായതും ഭവതി മാനായതും ജനനി നീനാഗവും നഗഘകം താനായതും ധരനദീനാരിയും നരനും ആനാഗവും നരകവും. നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയും ഈ ജ്ഞാനായതും ഭവതി ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും.
എൻ പാപമേവതിനൊരമ്പായിടുന്നറിവു നിൻ പാദതാരിലെഴുമെൻ അൻപാണുമൗർവിയൊരിരുമ്പാം മനം ധനുരഹം ഭാവിയാണു വിജയീ അമ്പാ തരുന്നു വിജയം പാപപങ്കിലമഹം ഭാനമാകും അതിനാൽ വൻഭാരമാർന്ന തനുവും ഭാനമാമുലകവും ഭാനമാകുമഖിലം സത്തായി നിന്നു പരിചിത്തായി രണ്ടുമൊരു മുത്തായി മൂന്നുമറിയും ഹൃത്തായി നിന്നതിനു വിത്തായി വിണ്ണൊടു മരുത്തായി ദൃഷ്ടി മുതലാ. നല്ല കാറ്റാണ്. അപ്പോൾ അവിടെ മല കയറി വരുമ്പോൾ ഒരു ഇത്തിരി ക്ഷീണമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഈ കാറ്റ് കൊണ്ട് പെട്ടെന്ന് പോവും. കൊത്തായിടും വിഷയവിസ്താരമന്നമതിനത്താവുമായി വിലസും സിദ്ധാനുഭൂതിയിലുമെത്താതെയാ അതിമഹത്തായിടും ജനനി നീ. ഭൂവാദിഭൂതമതിനാവാസമില്ല വെറുമാഭാസമാമിതറിവിന്ന് ആഭാവിശേഷമിതിനാവാസമിങ്ങുലകിലാപാദിതം ഭവതിയാൽ നാവാദിതൻ വിഷയിതാവാസമറ്റ ഭവദാവാസമാകെ വിലസും ദ്യോവാണതിന്റെ മഹിമാവാരറിഞ്ഞു ജനനീ വാഴ്ത്തുവാനുമരുതേ. കോഴിക്കോട് ജില്ലയിലെ ഇയാട് എന്ന എൻ്റെ സ്ഥലത്താണ് ഈ മനോഹരമായ ക്ഷേത്രം ഉള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ അമ്പലത്തിലേക്ക് വരണം. നിങ്ങളെ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.